നമസ്കാരം. നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ചെറിയ കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, അമ്മ നായ സസ്യബുക്കാണോ മാംസബുക്കാണോ എന്ന് ചോദിച്ചാൽ മാംസബുക്കാണെന്ന് പറയും. ആട്, പശു, ആന, കുതിര ഒക്കെ സസ്യബുക്കാണെന്ന് പറയും. അപ്പോൾ കോഴി അങ്ങനെയുള്ളതൊക്കെ മിശ്ര ബുക്കാണ്. അപ്പോൾ നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ മനുഷ്യൻ സസ്യബുക്കാണോ മാംസബുക്കാണോ മിശ്ര ബുക്കാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. IAS ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ പോലും കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടില്ല. അപ്പോൾ ചെറിയൊരു അറിവിൽ നമ്മുടെ എല്ലാവരും പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ അത് സത്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. 4 കാര്യമുള്ളൂ. ഈ 4 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സസ്യങ്ങൾ കഴിക്കുന്ന മൃഗങ്ങളും മാംസം കഴിക്കുന്ന മൃഗങ്ങളും തമ്മിലുള്ള താരതമ്യം ചെയ്തു നോക്കണം. അപ്പോൾ സസ്യങ്ങൾ കഴിക്കുന്ന ആട്, പശു, ആന, കുതിര, മനുഷ്യൻ, നമ്മുടെ പല്ലൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അറിയുള്ളൂ. നായയുടെയും പൂച്ചയും കണ്ടുണ്ട കോമ്പല്ല് ഇങ്ങനെ. അപ്പോൾ ഒരു മാംസബുക്കാണ് അത്. സസ്യങ്ങൾ കഴിക്കുന്ന ആട്, പശു, ആന, കുതിര, ഒട്ടകം, പശു, പോത്ത്, മനുഷ്യൻ ഇവരൊക്കെ പല്ല് കിടന്നിങ്ങനെ അറിയുള്ളൂ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ രാത്രി നമുക്ക് ലൈറ്റ് ഇട്ടാൽ കണ്ണ് കാണാം, ലൈറ്റ് പോയി കണ്ണ് കാണില്ല. പക്ഷെ മാംസബുക്ക് രാത്രിയും ഇര പിടിക്കും. അപ്പോൾ അത്രയും ഷാർപ്പായിട്ട് ഒരു കണ്ണ് കാണാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, സസ്യങ്ങൾ കഴിക്കുന്ന ആട്, പശു, ആന, കുതിര, ഒട്ടകം, മനുഷ്യൻ, നമ്മളൊക്കെ വെള്ളം ഗ്ലാസ്സിൽ നിന്ന് വലിച്ചാണ് കുടിക്കുക. നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമ്പോൾ നായ നടുകടലിൽ പോയാലും നക്കി കുടിക്കുള്ളൂ എന്ന്. എല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ നാലാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ആട്, പശു, ആന, കുതിര, ഒട്ടകം, മനുഷ്യൻ നമ്മളൊക്കെ പ്രസവിക്കുമ്പോൾ, അതായത് കുട്ടികളുടെ കണ്ണ് തുറന്നിട്ടാണ് ഇരിക്കുക. നായയുടെയും പൂച്ചയുടെയൊക്കെ കണ്ണ് തുറന്നിട്ടാണ്, കണ്ണ് മിഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നിട്ടില്ലേ നമ്മൾ. അപ്പോൾ ഇത്രയും നമുക്കൊരു അറിവ് കിട്ടി. അത് നമ്മൾ മനസ്സിലിരുത്തുക. അടുത്ത ഭാഗം അടുത്ത് പറയാം. നന്ദി, നമസ്കാരം.